കാറ്റിൻ്റെ ശബ്ദങ്ങൾ പുരാതന ജ്ഞാനത്തിൻ്റെ കഥകൾ വഹിക്കുന്ന ശാന്തമായ കുന്നുകളിൽ ആര്യൻ എന്ന ഒരു യുവാവ് ജീവിച്ചിരുന്നു. തൻ്റെ ചുമലിൽ ലോകത്തിൻ്റെ ഭാരം അനുഭവിച്ചറിയുന്ന ആര്യൻ ബഹുമാന്യനായ സൻഗുരുവായ ഗുരുനിളയുടെ സന്നിധിയിൽ അഭയം തേടി. ഗുരുനിള നക്ഷത്ര നിബിഡമായ ആകാശത്തിൻ്റെ ആഴം പിടിച്ച കണ്ണുകളോടെ ആര്യനെ ശാന്തമായ സൈന്യോദ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഭാരമേറിയ ഹൃദയങ്ങളെപ്പോലും ഉയർത്താൻ കഴിയുന്ന കാലാതീതമായ തത്വങ്ങൾ പങ്കിടാൻ തയ്യാറായി. സെൻ തത്വം 1. വർത്തമാന നിമിഷം സ്വീകരിക്കുക. ഒഴുകുന്ന അരുവിയുടെ അരികിലിരുന്ന് ഗുരുനിള ആദ്യത്തെ തത്വത്തിൽ ആരംഭിച്ചു. വർത്തമാന നിമിഷം ഉൾക്കൊള്ളുന്നു. ആര്യൻ ഗുരു പറഞ്ഞു, വികാരങ്ങളുടെ കൊടുങ്കാറ്റ് നിങ്ങളുടെ ആകാശത്തെ മൂടുമ്പോൾ വർത്തമാനകാലത്തിൽ സ്വയം നങ്കൂരമിടുക. വായുവിൽ ശ്വസിക്കുക. നിങ്ങളുടെ കീഴിലുള്ള ഭൂമി അനുഭവിക്കുക. ഈ നിമിഷത്തിൻ്റെ സൗന്ദര്യം ഭൂതകാലത്തിൻ്റെ നിഴലുകളെ കഴുകിക്കളയട്ടെ. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ. ഗുരുനിളയുടെ മാർഗനിർദ്ദേശം പിന്തുടർന്ന ആര്യൻ ഇന്നത്തെ നിമിഷത്തിൻ്റെ ലാളിത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ സൗമ്യത അനുഭവപ്പെട്ടു. സെൻ തത്വം 2. അറ്റാച്ച്മെൻറ്റുകൾ ഉപേക്ഷിക്കുക. അവർ പൂത്തു നിൽക്കുന്ന ചെറുത്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ ഗുരുനിള രണ്ടാമത്തെ തത്വം പങ്കിട്ടു. ബന്ധങ്ങൾ ഉപേക്ഷിക്കുക. ആര്യൻ വീഴുന്ന ഇതളുകൾ പോലെ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന അറ്റാച്ച്മെൻറ്റുകൾ വിടുക. പ്രതീക്ഷകളിലും ആഗ്രഹങ്ങളിലും നിയന്ത്രണത്തിൻ്റെ ആവശ്യകതയിലും മുറുകെ പിടിക്കുന്നത് ഭാരങ്ങൾ സൃഷ്ടിക്കുന്നു. സ്വീകാര്യതയുടെ കാറ്റിനെ അനാവശ്യ ഭാരം കൊണ്ടുപോകാൻ അനുവദിക്കുക. വിട്ടുകൊടുക്കുന്നതിലെ സ്വാതന്ത്ര്യം ഇപ്പോൾ മനസ്സിലാക്കിയ ആര്യൻ്റെ ഹൃദയത്തിൽ ഒരു ലാഘവത്വം അനുഭവപ്പെട്ടു. സെൻ തത്വം 3. കൃതജ്ഞത പരിശീലിക്കുക. ഒരു പുരാതന ഓക്കുമരത്തിൻ്റെ തണലിൽ ഗുരുനിള മൂന്നാമത്തെ തത്വം ഊന്നി പറഞ്ഞു. കൃതജ്ഞത പരിശീലിക്കുക. ആര്യൻ അന്ധകാരം നിന്നെ വലയം ചെയ്യുമ്പോൾ കൃതജ്ഞതയുടെ വിളക്ക് പ്രകാശിപ്പിക്കുക. അനുഗ്രഹങ്ങളുടെ ചെറുതും വലുതുമായ നക്ഷത്രങ്ങളെ എണ്ണുക. മേഘാവൃതമായ ദിനങ്ങളെപ്പോലും പ്രകാശിപ്പിക്കുന്ന സൗമ്യമായ സൂര്യനാണ് നന്ദി. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആര്യൻ തൻ്റെ ജീവിതത്തിലെ സമ്മാനങ്ങളെ അംഗീകരിക്കുന്നതിനുള്ള പരിവർത്തന ശക്തി കണ്ടെത്തി. സെൻ തത്വം 4. നശ്വരതയെ അംഗീകരിക്കുക. ശാന്തമായ മുളയുടെ മേലാപ്പിന് കീഴെ ഗുരുനിള നാലാമത്തെ തത്വത്തെക്കുറിച്ച് പറഞ്ഞു. അനശ്വരതയെ അംഗീകരിക്കുന്നു. ആര്യൻ ജീവിതം ഒരു നദിയാണ്. എപ്പോഴും ഒഴുകുന്ന അല്ലെങ്കിൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാം താൽക്കാലികമാണെന്ന സത്യം ഉൾക്കൊള്ളുക. സന്തോഷവും സങ്കടവും നിരാശയുടെ നിമിഷങ്ങളും അനശ്വരതയെ അംഗീകരിക്കുന്നതിലൂടെ കൃപയോടെ തിരമാലകളെ ഓടിക്കാനുള്ള ശക്തി നിങ്ങൾ കണ്ടെത്തുന്നു. ജീവിതത്തിൻ്റെ കുത്തൊഴുക്കിൽ കീഴടങ്ങുന്ന ആര്യൻ ഉള്ളിലൊരു പുതിയ പ്രതിരോധം അനുഭവപ്പെട്ടു. സെൻ തത്വം 5. പ്രകൃതിയുമായി ബന്ധപ്പെടുക. താമരക്കുളത്തിൻ്റെ സായാഹ്ന പ്രഭയിൽ ഗുരുനിള 5ാമത്തെ തത്വം വെളിപ്പെടുത്തി. പ്രകൃതിയുമായി ബന്ധിപ്പിക്കുന്നു. ആര്യൻ അസ്തിത്വത്തിൻ്റെ യോജിപ്പിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയാണ് പ്രകൃതി. നിങ്ങൾക്ക് വഴിതെറ്റിയതായി തോന്നുമ്പോൾ പ്രകൃതിയുടെ ആലിംഗനത്തിൽ ആശ്വാസം തേടുക. തുരുമ്പെടുക്കുന്ന ഇലകളും പാടുന്ന പക്ഷികളും ജീവിതത്തിൻ്റെ സിംഫണിയെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. പ്രകൃതിയുടെ സൗന്ദര്യത്താൽ ചുറ്റപ്പെട്ട ആര്യൻ ലോകത്തിലെ ലളിതവും എന്നാൽ അഗാധവുമായ താളങ്ങളിൽ ആശ്വാസം കണ്ടെത്തി. സെൻ തത്വം 6. അനുകമ്പ വളർത്തുക. രാത്രി ആകാശത്തിൻ്റെ വിശാലമായ ക്യാൻവാസിൽ നക്ഷത്രങ്ങൾ മിന്നിമറയാൻ തുടങ്ങിയപ്പോൾ ഗുരുനിള 6ാമത്തെ തത്വത്തിൽ ഉപസംഹരിച്ചു. അനുകമ്പ വളർത്തുക. ആര്യൻ ദയയുടെ കരം നീട്ടുക. മറ്റുള്ളവർക്ക് മാത്രമല്ല നിങ്ങളിലേക്കും അനുകമ്പയാണ് ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന മൃദുലമായ മഴ. പ്രിയപ്പെട്ട സുഹൃത്തിനോട് നിങ്ങൾ ചെയ്യുന്നതുപോലെ നിങ്ങളോടും കരുണ കാണിക്കുക. സ്വയം അനുകമ്പയെ ആശ്ലേഷിച്ച ആര്യൻ മനസ്സിലാക്കലിൻ്റെയും സ്നേഹത്തിൻ്റെയും ഊഷ്മളമായ ആലിംഗനം അനുഭവപ്പെട്ടു. സെൻ ഉദ്യാനത്തിൻ്റെ ശാന്ത സൗന്ദര്യത്തിൽ ഗുരുനിള പറഞ്ഞു. ആര്യൻ വർത്തമാന നിമിഷത്തെ ആശ്ലേഷിച്ചും ആസക്തികൾ വെടിഞ്ഞും കൃതജ്ഞത പരിശീലിച്ചും അനശ്വരത സ്വീകരിച്ചും പ്രകൃതിയുമായി ബന്ധപ്പെട്ടും അനുകമ്പ വളർത്തിയും ആത്മാവിനെ ഉയർത്തുന്ന ഒരു രാഗം നീ സൃഷ്ടിക്കുന്നു. നിങ്ങൾക്ക് വിഷമം തോന്നുമ്പോൾ ഈ തത്വങ്ങൾ ശ്രദ്ധിക്കുക.
അവ നിങ്ങളുടെ ആത്മാവിനെ ശാന്തനുമായ ബാമ ആകട്ടെ. ഇപ്പോൾ കാലാതീതമായ ജ്ഞാനം കൊണ്ട് ആയുധമാക്കിയ ആര്യൻ ഹൃദയം ലഘൂകരിച്ച് ജീവിതത്തിൻ്റെ ഈണങ്ങൾക്കൊപ്പം നൃത്തം ചെയ്യാൻ തയ്യാറായ ആത്മാവുമായി സെൻ ഉദ്യാനം വിട്ടു. ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ, you can like, share and subscribe.